യാസിന് ഇവിടെ നിലയില്ല. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഈ കെ. കുറേ ദിവസമായിട്ടല്ല, കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ, എങ്ങും പോക്കില്ലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ചെറുക്കൻ്റെ പണി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഇറക്കിയിട്ടുണ്ട്. ഓവറായിട്ട് വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല, എന്നാലും ചെറിയ തോതിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. ഇന്ന് ജസ്റ്റ് ഒന്ന് വാഗോൺ കയറാൻ വന്നു, വണ്ടി കയറ്റം കയറി ഹീറ്റായി നിന്നു. അതിൻ്റെയാണ് ഈ കാണ കാഴ്ച. യാസീനിപ്പിയും പിന്നെ അൽസാബിയുണ്ട്, ഷറഫുണ്ട്, എല്ലാവരും വെള്ളം അന്വേഷിച്ച് പോയേക്കോട്ടോ. ഇവിടെയൊക്കെ വീടുണ്ട്, മേളിക്കൂടെയൊക്കെ മേളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വെള്ളത്തിന് കഷ്ടപ്പാടാണോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നെടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് ആരെയും കണ്ടില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ചോദിക്കാണ്ട് താഴ്ത്തിക്ക് നിൽക്കോട്ടോ. എന്നായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഇവനെയും കൊണ്ട് ഇനി മലയും കാടും കയറി ഇറങ്ങി നടക്കാം എന്ന് വിചാരിക്കേണ്ട. കാടും മലയും കയറൂല. പിന്നെ അത്യാവശ്യം റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകും. ഇടയ്ക്ക് വെള്ളം ഒഴിക്കണം, തണുപ്പിക്കണം, പിന്നെയും പോകണം, വെള്ളം ഒഴിക്കണം, തണുപ്പിക്കണം. ആ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണോ, നമ്മുടെ വണ്ടി കംപ്ലയിൻ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കറിയത്തില്ല എന്താ അവസ്ഥ എന്നുള്ളത്. ചിലപ്പം പീച്ചോട്ട് വണ്ടികളൊക്കെ സാധാരണ ഇങ്ങനെ തണുപ്പിച്ചിട്ട് വണ്ടി ഓടിക്കാറില്ലേ എന്ന് പറഞ്ഞാൽ അതേ സ്റ്റേജ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും അന്യായ റോഡ് പ്രസൻസ് ആയിരുന്നു. വന്ന വഴിക്ക് ആൾക്കാരെല്ലാം നോക്കുമായിരുന്നു. നോക്കാണ്ട് ഒരു മനുഷ്യന് ഇരുന്നിട്ടില്ല കേട്ടോ. അത് പ്രായമായവർ പോലെ ചെറുപ്പക്കാർ മുതൽ എല്ലാവരും അതെ. പക്ഷെ ഏറ്റവും കൂടുതൽ നോക്കി വെച്ചിട്ട് പ്രായമുള്ള ആൾക്കാർ കേട്ടോ. അവരുടെയൊക്കെ നൊസ്റ്റാൾജിക്ക് വാഹനം കേട്ടോ ഇത്. എന്താ അയന ഞങ്ങളങ്ങനെ വാഗോൺ വഴിക്ക് കയറിക്കൊണ്ടിരുന്നപ്പോഴേക്ക് വണ്ടിയുടെ റേഡിയേറ്ററിൽ നിന്ന് വെള്ളം താനെ പറ്റിപ്പോയിട്ടുണ്ട്. അല്ല, വെള്ളം പറ്റി പോകഞ്ഞു നിൽക്കോട്ടോ. ആവി പറക്കണേലോ. അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര വേറെ ലെവലാട്ടോ. നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടാണോ തണുപ്പിക്കണേ? ആണോ? എന്നാ വലിച്ച് ഓഫ് ചെയ്തോ. വലിച്ച് ഓഫ് ചെയ്താണോ അത് ചുമ്മാ നിർത്തിയിട്ടാണോ തണുപ്പിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് യാസിനിപ്പ് വലിച്ച് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. താക്കോൽ ഓഫ് ചെയ്തോ? താക്കോൽ ഓഫ് ചെയ്തോ? അത് പറയും. അതറിയണമല്ലോ, നമുക്കറിയാൻ പാടില്ലാത്തതിന് നമ്മൾ ചോദിക്കണമല്ലോ. തണുപ്പിക്കണത് എങ്ങനെയാണെന്ന് അറിയണം. ചൂടാക്കിയിട്ടാണ്. അതെയോ, ഒറ്റയടിക്ക് ഓഫ് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. ഇനി ഈ വീട്ടിൽ എവിടെയെങ്കിലും പോയി കയറി വെള്ളം അടിച്ചു മാറ്റണം കേട്ടോ. ഈ സൈഡിലെ ഓലിയിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടി ആ സിനിമയൊക്കെ പോയിക്കോട്ടോ. ഇതിവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഇതാരും കുടിക്കാൻ വേണ്ടി മോട്ടറൊക്കെ വെച്ചേക്കോട്ടെ ഇതിനകത്തുനിന്ന്. ഇതിനകത്ത് വെള്ളമില്ലായിരുന്നോ? മതിയോ? അത് ചെളിവെള്ളം ഉണ്ട് ചോദിക്കണേ. അതിപ്പോൾ പോയി തരും. അങ്ങനെ വെള്ളം നിറച്ച് ഒഴിച്ചിരിക്കുന്നു. റേഡിയേറ്റർ ക്ലീൻ ചെയ്യാറായിരുന്നു. ചൂടിലിടാവില്ല, ധൈര്യം അടിച്ചു, പേടിക്കണ്ട. അങ്ങനെ ഈ ഒരു പേടി തുറന്നിരുന്നോട്ടെ. പുള്ളി തോർത്തെടുത്തോണ്ട് കുളിക്കാൻ വേണ്ടി വല്ലതും തോടും കണ്ടാലോ എന്ന് ഫുൾ പ്ലാനിങ് ആയിട്ടോ. നമ്മളെന്തായാലും ഇനി അടുത്ത വീണ്ടും നമ്മൾ മല കയറാൻ പോകട്ടോ. ഞങ്ങൾ നോക്കി നിൽക്കാൻ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ട് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് പൈപ്പ് പൊട്ടിയിട്ടോ. കണ്ടോ, ഒഴുകിയിരിക്കണുണ്ടോ? നോക്കിക്കുമ്പോൾ പൊട്ടിപ്പോയിടാ. ഞങ്ങൾക്ക് 2-3 രീതിയിൽ പണി കിട്ടിയിരിക്കും കേട്ടോ. ബ്രേക്ക് ജാമായിട്ടാണ് വണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ജാം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റിലാണ് വണ്ടി കയറേണ്ടത്. അവസാനം നല്ല കയറ്റമായിരുന്നു, നല്ല രീതിയിൽ ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ നന്നായിട്ട് കൂടി, റേഡിയേറ്ററിലെ വെള്ളമൊക്കെ വറ്റി. അതുപോലെ ഇപ്പോൾ സംഭവിച്ചേക്കുന്ന സംഭവം കൂളൻ്റാണെന്നാണ് ഞങ്ങൾ ഓർത്തതെങ്കിലും, പക്ഷേ കൂളൻ്റും പോട്ടെ, ബ്രേക്ക് ഫ്ലൂയിഡാന്ന് ഓർത്തെങ്കിലും തൊട്ട് നോക്കിയപ്പോഴേക്കും ശരിക്കും ഗ്രീസ് ഒഴുകി വന്നേക്കണേട്ടായി കിടക്കണത്. അപ്പോൾ ഈ ഹബ്ബൊക്കെ ചൂടായിട്ടേ കണ്ടോ, മൊത്തം പെയിൻറ്റ് പൊളിഞ്ഞിരിക്കുന്നുണ്ടോ. അങ്ങനെ എന്തോ സംതിങ് സംഭവിച്ചേക്കണേ കേട്ടോ. എന്തായാലും വാഗോൺ യാത്ര ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നു. ഞങ്ങളിനി വീണ്ടും എല്ലാം ശരിയാക്കിയിട്ട് വീണ്ടും വാഗോൺ വന്ന് കയറാൻ വേണ്ടി പോകുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പതുക്കെ ഇതിനെ കൊണ്ടെങ്കിലും തിരിച്ച് തൊടുവഴിക്കെത്താനുള്ള പരിപാടി നോക്കും കേട്ടോ.